ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ ഒരു സംതിങ് സ്പെഷ്യൽ എന്നൊക്കെ പറയാം. ഒരു സൂപ്പർ യൂസ്ഫുൾ ഫ്രീ ഗിവ് അവേ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും DeFi റെൻഡർ യൂസ് ചെയ്യുന്നവരാണ്. സോ നിങ്ങൾക്കറിയാൻ പറ്റും ഒരു റിയലിസ്റ്റിക് സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. നമ്മുടെ സീനിനെ കുറച്ചുകൂടെ റിയലിസ്റ്റിലേക്ക് മാറ്റുന്നതിൽ നല്ലൊരു പങ്ക് അതിൽ യൂസ് ചെയ്യുന്ന മോഡൽസും മെറ്റീരിയൽസൊക്കെ വഹിക്കുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി പ്രീമിയം അസറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സീൻ അത്രയും റിയലിസ്റ്റിക് ആയിരിക്കും. പക്ഷേ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുക? നമ്മൾ നോർമലി ചെയ്യാറ്, അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഒന്നുകിൽ പിൻട്രസ്റ്റിൽ വരും, നമുക്ക് വേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യും, ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യും, നമ്മുടെ മോഡലിലേക്ക് യൂസ് ചെയ്യും. പക്ഷെ അതൊരു അത്രത്തോളം ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമുക്ക് DeFi റെൻഡറിൽ കിട്ടുന്ന മെറ്റീരിയൽസൊക്കെ PBR മെറ്റീരിയലായിരിക്കും. അറിയാലോ, അത് അത്രയും റിയലിസ്റ്റിക് ആയിരിക്കും സംഭവം. കാരണം അതിൽ ബമ്പും മാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഇത് നമുക്കൊരു ബമ്പ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അത് PBR മാപ്പ് ആയതുകൊണ്ടാണ്. നമുക്ക് ഈ ഒരു DeFi മെറ്റീരിയലിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഡിഫ്യൂസ് മാപ്പ്, റഫ്നെസ് മാപ്പ്, ഒപ്പാസിറ്റി മാപ്പ്, മെറ്റാലിക് മാപ്പ്, ഈ AO എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ, ഈ സെപ്പറേറ്റ് ഇത് ഹൈറ്റ് വാല്യൂ കണ്ടോ, ഇത് PBR മാപ്പ് ആയതുകൊണ്ടാണ്, PBR മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് മാനുവലായിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു വെബ്സൈറ്റിൽ നിന്നൊക്കെ കയറിയിട്ട് ഫുൾ PBR മെറ്റീരിയൽ മീൻസ് പോളി ഹെവനോ സംതിങ് അങ്ങനെ എന്തോ ഒരു സൈറ്റ് നമുക്കിത് റെഡിയാക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈറ്റും കൂടെ PBR ടെക്സ്ചർ ഫ്രീ എന്ന് വെച്ചാൽ ഫ്രീ PBR മെറ്റീരിയൽ ഉണ്ട്. ഞാൻ പോളിഗൺ സൈറ്റ് ആട്ടോ, ഞാനിതാണ് യൂസ് ചെയ്യാറുള്ളത്. സോ നമുക്ക് ഈ ഒരു സൈറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതെടുത്തു, ഇത് ഞാൻ ഡൗൺലോഡ് കൊടുത്തു. ഇവിടെ നമുക്ക് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. 1K 2K 6K 8K വരെയും കിട്ടും. ജസ്റ്റ് 2K ഒന്ന് ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്യുന്ന അത്യാവശ്യം സൈസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ നോർമലായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ അല്ല ഇത്. ഇതിൻ്റെ കൂടെ നമുക്ക് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ഇതിപ്പം 21 MB ആണ് ആ ഒരു സിപ്പ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. 21 MB ഉണ്ട് ആ ഒരു ഫയല്. നമുക്കിത് ഇങ്ങനൊരു ഫോൾഡറായിട്ടാണ് ഡൗൺലോഡ് ആവുക. അത് ഞാൻ ഡെസ്ക്ടോപ്പിലൊന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ന്യൂ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, നമുക്ക് ഇവിടെ കുറച്ചധികം നോർമൽ മെറ്റീരിയൽ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു മെറ്റാലിക് ഡിസ്പ്ലേസ്മെൻറ്റ്, നോർമൽ റഫ്നെസ്, ബേസ് കളർ, മീൻസ് ഇത്രയും ഫയൽ, അതായത് ഒരു മെറ്റീരിയൽ തന്നെ 1 2 3 4 5 ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഒരു സംഭവം ഡൗൺലോഡ് ആകുന്നത്. ഈ ഒരു സെയിം മെത്തേഡാണ് നമുക്ക് D5ൽ കിട്ടുന്നത്. ഇതിലുള്ള ഓരോ മെറ്റീരിയലും PBR മെറ്റീരിയൽസ് ആണ്. സോ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഡ്രാഗ് ചെയ്തിട്ടാൽ തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെയാണ് ഇതിലുള്ള 3D മോഡൽസിൻ്റെ കാര്യവും. ഇതിലുള്ള 3D മോഡൽസൊക്കെ ഹൈ ക്വാളിറ്റി മോഡൽസ് ആയിരിക്കും. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീ വേർഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാ മോഡൽസൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, പേയ്മെൻറ്റ് ചെയ്യണം. നമുക്കറിയാം D5ൻ്റെ ഒരു മന്ത്ലി അല്ലെങ്കിൽ ഇയർലി വരുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ ഒരു $30 $30 എന്നൊക്കെ പറയുമ്പം ഓൾമോസ്റ്റ് ഒരു 2500 അടുപ്പിച്ചൊക്കെ വരും. സോ അതൊന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മീൻസ് ഞാൻ കുറച്ചധികം ഫ്രീ മോഡൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാർസിൻ്റെ ആയാലും മെറ്റീരിയൽസിൻ്റെ ആയാലും ഫർണിച്ചേഴ്സിൻ്റെ ആയാലും ട്രീസിൻ്റെ ഒക്കെ ആയാലും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടൊരു പാക്കാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാം ഒരു വീഡിയോയിലല്ല, മീൻസ് വീഡിയോ ഒന്നായിരിക്കും, പക്ഷേ എല്ലാം ഈ വീഡിയോ കാണിക്കുന്നില്ല. അതൊക്കെ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഫയല് നിങ്ങളെങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് എൻ്റെ ചാനലിൽ ഈ കാണുന്ന 3 ഫയൽസ് ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ടാവും.
അതായത് കാറ് വോളിയം 1, വോളിയം 2, വോളിയം 3. ഞാൻ ഇന്ന് കാറിൻ്റെ മോഡൽസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നേരെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോവുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ പിൻ ചെയ്തേക്കാം. മീൻസ് എവിടെയായാലും നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. അപ്പം അവിടെ നിന്ന് ഈ ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്യുക. സിപ്പ് ഫയലായിട്ടായിരിക്കും ഉണ്ടാവുക. സോ സിപ്പ് ഫയൽ നേരെ എക്സ്ട്രാക്റ്റ് ചെയ്യുക. ഞാനിപ്പം ജസ്റ്റ് ഇവിടെ എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എക്സ്ട്രാക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. എക്സ്ട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുക ഇങ്ങനൊരു ഫോൾഡർ ആയിരിക്കും, സയാക്കാസ് വോളിയം 3 എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ ഇത്രയും കാർസിൻ്റെ മോഡൽസ് ഫയൽ D5ൻ്റെ ഫയൽ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഫയൽ എവിടെയാണ് കൊണ്ടുപോയിടേണ്ടത് എന്ന് വെച്ചാൽ നമ്മളതിന് ആദ്യം ചെയ്യേണ്ടത് D5 ലോഞ്ചർ ഓപ്പൺ ചെയ്യുക. ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സിലേക്ക് വരിക. മീൻസ് ഇവിടെ സെറ്റിങ്സിലേക്ക് വരിക. ഇവിടെ ഇപ്പം പ്രോഗ്രാം എന്നും വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് 2 ഫോൾഡർ സെലക്ട് ചെയ്യാനുള്ള ഐക്കൺ കാണാൻ പറ്റും. ഇത് മിക്കവാറും നിങ്ങളുടെ സിസ്റ്റത്തിലൊക്കെ C ഫോൾഡർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഞാനിത് വർക്ക് സ്പേസ് E ഫോൾഡറിലേക്ക് മാറ്റിയത് കൊണ്ടാണ് ഇവിടെ E എന്ന് കാണുന്നത്. മേ ബി ഡിഫോൾട്ടായിട്ട് C തന്നെയായിരിക്കും ഉണ്ടായിരിക്കാൻ വഴിയുള്ളത്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. D5 റണ്ണിങ് ആണ്. സോ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഡോൺ സേവ് കൊടുത്തു. ഓക്കെ, നമ്മുടെ ഈ ഒരു ഫയൽ എവിടെയുണ്ട്. സോ നമ്മുടെ ലോഞ്ചർ ഓപ്പൺ ചെയ്തു, വർക്ക് സ്പേസിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ D5 വർക്ക് സ്പേസ് എന്ന ഫോൾഡറിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മോഡൽസെന്നും മെറ്റീരിയൽ എന്നും പറഞ്ഞ് 2 ഫോൾഡർ ഉണ്ട്. ഇതൊരു പക്ഷേ നിങ്ങളുടെ കാണണമെന്നില്ല. ഇത് കാണുന്നില്ല, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് മോഡലിനൊന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. ന്യൂ ഫോൾഡർ കൊടുക്കുക, പേര് കൊടുക്കുക. എന്തെങ്കിലും പേര് കൊടുത്താൽ മതി, പക്ഷേ നമുക്ക് മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ മോഡലിന് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോഡലിൻ്റെ അകത്തേക്ക് വരിക. ഇവിടെ നമ്മുടെ സിപ്പ് ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഫോൾഡർ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഫോൾഡർ, ഇത് നേരെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയത്. മീൻസ് കോപ്പി ചെയ്ത് ഇടുക. കോപ്പി, കട്ട് ഓർ പേസ്റ്റ്, നിങ്ങളുടെ കോപ്പി ഓർ കട്ട്, അത് നിങ്ങളുടെ സൗകര്യത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തിടുക. ഇത് വോളിയം 3 മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഓൾറെഡി എക്സ്ട്രാക്റ്റ് ചെയ്ത് വെച്ചതാണ്. സോ വോളിയം 2 ഒന്ന് ഇവിടെ കോപ്പി ചെയ്തിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്ത് കാണാൻ പറ്റും, ഇവിടെ വന്നിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞു. അവിടെ പരിപാടി കഴിഞ്ഞു. ദെൻ അതൊന്ന് ക്ലോസ് ചെയ്യുക. ഓർമ്മയുണ്ടല്ലോ ചെയ്തത്? അതായത് D5 ലോഞ്ചർ ഓപ്പൺ ചെയ്യുക, അതിൽ സെറ്റിങ്സിലേക്ക് വരിക, നമ്മുടെ വർക്ക് സ്പേസ് എവിടെയാണോ കിടക്കുന്നത് അതിനകത്തേക്ക് വന്നിട്ട് നമ്മൾ ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫയൽ അൺസിപ്പ് ചെയ്ത്, മീൻസ് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഫോൾഡർ, അതായത് നമ്മുടെ ഫയൽസ് ഉൾക്കൊള്ളുന്ന ഈ ഫോൾഡർ നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഒരു മോഡലിനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. then അതിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. മീൻസ് മോഡലിന് കൊടുക്കണ്ട കേട്ടോ. ഇതിപ്പോൾ കാർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർ എന്ന് പറഞ്ഞിട്ട് ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതി. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, അതിനുള്ളിലേക്ക് ഇട്ടാൽ മതി. ഇനി ഇതെങ്ങനെയാണ് ആക്സസ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ D5 റെൻഡർ ഓപ്പൺ ചെയ്യുക. നമ്മുടെ D5 റെൻഡർ ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമ്മളിപ്പം ഇമ്പോർട്ട് ചെയ്ത് വെച്ച ഫയൽ എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയാൽ പ്രസ് ചെയ്യുക, മോഡലിലേക്ക് വരിക. ഇവിടെ മുകളിൽ കണ്ടോ ഓൺലൈനും ലോക്കലും എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ആ ലോക്കലിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇത് മോഡൽ എന്ന് പറഞ്ഞിട്ടും മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടും ഇത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യും. ഇത് കുറച്ച് ഫയൽസ് കൊണ്ട് റെഡി ആക്കേണ്ട. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഓൾറെഡി 1 2 3 4 5 6 ഫയൽ 7 ഫയലേ ഉള്ളൂ. സോ ഇത് വിട്ടേക്ക്, ഇത് നിങ്ങൾ കണ്ടിട്ടില്ല, ഫുൾ മായിച്ചളഞ്ഞേക്ക്. അപ്പോൾ ഇവിടെ മോഡൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് 2 ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ മോഡലിലേക്ക് വരിക. സോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വോളിയം 1, വോളിയം 2, വോളിയം 3 എന്നുള്ളത്. അപ്പം ഇത്രയും ഫയൽസാണ്, അതായത് 20 60 കാറിൻ്റെ ഫയലാണ് ഞാൻ നിങ്ങൾക്ക്
ഇപ്പോൾ തന്നേക്കുന്നത്. എല്ലാം നല്ല പ്രീമിയം കാർ മോഡൽസ് ആണ്. സോ ഇതെങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാലോ. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ലോഡ് ആവുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുക. തേർഡ് പാർട്ടി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കാർസിനൊക്കെ സംടൈംസ് നിങ്ങൾക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു എഡ്ജും കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആയിരിക്കണം എന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഇതൊരു D5 മോഡൽസ് ആയതുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നില്ലേ, അത്രയും ക്ലിയർ ആയിട്ടാണ് നിങ്ങൾക്ക് സാധനം കിട്ടുന്നത്. അത്രയേ ഉള്ളൂ. സോ ഞാനിപ്പോൾ കാണിച്ചു തന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. കാരണം ഞാനിനിയിപ്പം സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്നില്ല. എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യുകയായിരിക്കും ചെയ്യുക. സോ അവിടെ നിന്ന് കിട്ടുന്ന ഫയൽസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യുക, നിങ്ങളുടെ വർക്ക് സ്പേസിൻ്റെ ഫോൾഡറിലേക്ക് കോപ്പി ചെയ്തിടുക. സോറി ഗൈസ്, ലാസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വോയിസ് കട്ടായി പോയിട്ടിരുന്നു. അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയൊരു പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോസ്, അതായത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ട്രീസും കാര്യങ്ങളും, ചെയർസ്, ഫർണിച്ചേഴ്സ് ഐറ്റംസ്, ദെൻ മെറ്റീരിയൽസ് കളക്ഷൻസ്, അതൊന്നും ഒരുപക്ഷെ ഞാൻ വീഡിയോ ചെയ്യണമെന്നില്ല. ഞാനത് ഡയറക്റ്റായിട്ട് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാനായിരിക്കും സാധ്യത. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാൻ പറ്റും, ഞാൻ അവിടെ അനൗൺസ്മെൻറ്റ് നടത്താറുണ്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ച് വുഡ് മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഇത് വരും, പക്ഷേ കുറച്ച് ടൈം എടുക്കും. എനിക്ക് ഫയൽസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കേണ്ടതുകൊണ്ട് അതിൻ്റേതായ ടൈം എടുക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പം ട്രീസും കാര്യങ്ങളായാലും അല്ലെങ്കിൽ വുഡിൻ്റെ പാറ്റേൺസ് ആയാലും കാറിൻ്റെത് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ മെറ്റീരിയൽസ്, വുഡ് മെറ്റീരിയൽസ്. അപ്പം നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനൽ ജോയിൻ ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അപ്പം അതാത് സമയങ്ങളിൽ അപ്ഡേറ്റ് ലഭിക്കും. പറയാൻ കാരണം, എനിക്ക് ഒരു തവണ ഞാൻ ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. സോ ഇന്നും വീഡിയോ ആക്കുന്നതിൽ അർത്ഥമില്ലാത്തത് കൊണ്ടാണ് ചാനൽ ജോയിൻ ചെയ്യാൻ പറയുന്നത്. സോ ഫോളോ ചെയ്യുക. ഞാൻ എന്തായാലും ഇനി വരുന്ന നെക്സ്റ്റ് വീഡിയോയിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്തായാലും പറയും. മീൻസ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ കയറി ചെക്ക് ചെയ്യാമെന്ന് പറയുമായിരിക്കും. പക്ഷേ ഇതിനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ. സോറി, അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, വീഡിയോ ഇന്നലെ ചെയ്തത് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെത് കൂടി അതിന് വരാൻ പോകുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവല്ലോ, ഇതുകൂടി ഒന്ന് കാണിച്ചു തരാം. മോഡൽ വന്നു, ബേസിക് മോഡലിലേക്ക് വന്നു, ജസ്റ്റ് പ്ലെയിൻ എടുത്തു. ഈ മെറ്റീരിയൽ നിങ്ങളിപ്പോൾ കാറിൻ്റെത് കണ്ടതുപോലെ തന്നെയുള്ള കളക്ഷനാണ്. കുറച്ച് പേയ്മെൻറ്റ്സ് മെറ്റീരിയൽ ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം ഏഴെണ്ണം മാത്രമേ റെഡി ആയിട്ടുള്ളൂ. ബാക്കി കൂടി റെഡിയാകാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇത് അപ്ലോഡ് ചെയ്യാത്തത്. ഓൾറെഡി ചെയ്ത് വെച്ചതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു PBR മെറ്റീരിയൽ തന്നെയാണ് ഇതും. സോ നമുക്ക് എക്സ്റ്റീരിയറൊക്കെ ചെയ്യുമ്പം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇതൊക്കെ. അപ്പം ഇതും റെഡിയായാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ടെലിഗ്രാമിൽ നിന്ന് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു, ഫോൾഡറിലേക്ക് കോപ്പി ചെയ്തിടുന്നു, ദെൻ D5 ഉപയോഗിക്കുന്നു, ഫയൽസ് യൂസ് ചെയ്യാൻ തുടങ്ങും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ചാനലിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ ചെയ്യാം. മീൻസ് ഞാൻ ഫ്രീ ആയിരിക്കുന്ന ടൈം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ശുഭദിനം.